നമ്മൾ ഇന്നലെ പിടിച്ചിട്ടുള്ള മീനാണ് കേട്ടോ. കുറച്ച് ബ്രാലുണ്ട്, അതുപോലെ തന്നെ സിലോപ്പുണ്ട്, പിന്നെ അതുപോലെ തന്നെ അനാപ്പസ് ഉണ്ട് കേട്ടോ. ഈ മീനാണ് നമ്മൾ ഉണ്ടല്ലോ കട്ട് ചെയ്താണ്ട് ഇന്ന് നമ്മൾ ഉച്ചക്കത്തെ ചോറിന് കഴിക്കാൻ പോകും. അങ്ങനെ ആദ്യം തന്നെ നമ്മൾ ഐശ്വര്യമായിട്ട് ഒരു വായൻ്റെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് ആ വായൻ്റെലേക്ക് നമ്മളെ മീൻകുട്ടന്മാരെ അങ്ങോട്ട് ചെരിഞ്ഞു കൊടുക്കും. ആദ്യം തന്നെ ഈ കൂട്ടത്തിൽ ഏറ്റവും വലിയ കുട്ടിയായിട്ടുള്ള ബ്രാലും കുട്ടനെ നമുക്ക് അങ്ങോട്ട് നന്നാക്കി എടുത്താലും. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കേട്ടോ മീനെല്ലാം കട്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇതിൽ ഇത്ര എക്സ്പേർട്ട് ഒന്നുമല്ല. പിന്നെ എന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിലും അങ്ങോട്ട് പോയിട്ടാണ് ഇങ്ങനെയൊക്കെ തന്നെ നമ്മളോരോ കാര്യങ്ങൾ അങ്ങോട്ട് പഠിച്ചെടുക്കുക. ഇതിന്റെ അടിയിൽ എവിടുന്നാന്ന് അറിയില്ല ഈ പരിസരത്ത് പോലും ഇല്ലാത്ത നമ്മുടെ ടൈഗറും മിയയും ജൂലിയും പിന്നെ നമ്മുടെ ലില്ലിക്കുട്ടിയും എല്ലാവരും എത്തിയിട്ടുണ്ട്. അങ്ങനെ മീൻ നന്നാക്കാനുള്ള കറക്റ്റ് സാധനങ്ങളൊന്നും നമ്മളെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിട്ടാണെങ്കിലും ആ പരിപാടി അങ്ങോട്ട് തീർച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കല്ലുപ്പ് കെട്ട് നമ്മൾ ഒന്നും കൂടി അവരെ അങ്ങോട്ട് ക്ലീൻ ആക്കി എടുത്തിട്ട് പിന്നെ ദൈവന്മാരെ നമ്മൾ സുന്ദര കുട്ടപ്പനാക്കിയിട്ട് കേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ കുറച്ച് മസാലയൊക്കെ തേച്ച് യവന്മാരങ്ങോട്ട് പൊരിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പൊ അത് അവന്മാരുണ്ടല്ലോ അവിടെ കടന്നൊന്ന് മുരിഞ്ഞ് വരട്ടോ. അപ്പോഴേക്കും നമുക്ക് ചോറ് റെഡിയാക്കി എടുത്താൽ നല്ല വെള്ളച്ചോറും അതുപോലെ തന്നെ ചക്കക്കൂട്ടാന്റെ കറിയും അതുപോലെ തന്നെ മുരിങ്ങയുടെ ഉപ്പേരിയും പിന്നെ പപ്പടം പിന്നെ നമ്മുടെ മീനും സ്വർഗം മാമാ. ആദ്യം തന്നെ പപ്പാച്ചി ഒരു ബ്രാലുകുഞ്ഞിനെ പൊക്കി എടുത്തിട്ടുണ്ട്. മീൻ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോ കൈ കൊണ്ടൊരു തംസപ്പും അടിപൊളി എന്നാണ് കേട്ടോ പറഞ്ഞത്. അതിനുശേഷം ഞാനൊരു മീൻ എടുത്താണ്ട് കഴിച്ചു നോക്കിട്ടോ, എന്റെ മോനെ ഒരു രക്ഷയിലായിരുന്നു കേട്ടോ. അതിനുശേഷം ഇതിന്റെയൊക്കെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളുണ്ടല്ലോ ഒരു ചക്കമരത്തമ്മ കയറി 4-5 ചക്ക ഇട്ട് കൊടുത്താണ്ട് ലാവിഷാക്കി. അപ്പൊ നമ്മുടെ വീഡിയോസ് ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.